മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയിൽ 2 വനിതാ മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാ സേന. നിലോത്പൽ മേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇവരെ വധിച്ചത്. ഇവരിൽ നിന്നും വൻതോതിൽ ആയുധശേഖരവും പിടികൂടി. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, എന്താണ് നിലവിലെ സാഹചര്യം? മാവോയിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സമാധാൻ ആരംഭിച്ചതിന് ശേഷം അവർക്ക് കനത്ത നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റുകൾ 1 മാസത്തെ വെടിനിർത്തലിന് കേന്ദ്ര സർക്കാരിന് മുന്നിൽ അപേക്ഷിച്ചിരുന്നു. വലിയ തോതിൽ തിരിച്ചടി നേരിട്ടതോടെയാണ് ഈ അപേക്ഷ തന്നെ വന്നത്. ഇതിനിടെയാണ് മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി മേഖലയിലെ നീലോൽപ്പൽ എന്ന സ്ഥലത്ത് വനിതാ മാവോയിസ്റ്റുകൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. സെർച്ച് ഓപ്പറേഷന് വേണ്ടി പോയ സംഘത്തിന് നേർക്ക് വെടിവെക്കുകയായിരുന്നു മാവോയിസ്റ്റുകൾ. തുടർന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടായി. പിന്നാലെ സ്പെഷ്യൽ ടീം, ഈ മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിനുള്ള സ്പെഷ്യൽ ടീം രംഗത്ത് വരികയും അവർ കൂടുതൽ പരിശോധനകൾ നടത്തുകയും ഇവരുമായി ഏറ്റുമുട്ടൽ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ 2 വനിതാ നേതാക്കളെ കൊലപ്പെടുത്താൻ കഴിഞ്ഞത്. ഇപ്പോഴും ഈ മേഖലയിൽ പരിശോധന നടക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതേസമയം മാവോയിസ്റ്റുകൾ മുന്നോട്ട് വെച്ച 1 മാസത്തെ വെടിനിർത്തൽ എന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അമിത്ഷായുമായി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആരെങ്കിലുമായോ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾ പറയുന്നത്. ചരിത്രത്തിലാദ്യമായാണ് മാവോയിസ്റ്റുകൾ ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് സ്വയം മുൻകൈ എടുക്കുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.